ഇപ്പം നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന പക്ഷേ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള പക്ഷേ ഓവർ സ്മാർട്ട് അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. നല്ല ഡെഡിക്കേഷനുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരെ ആയിരിക്കും ഞാൻ എപ്പോഴും ടീമിൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു ടീം ആണെങ്കിൽ അതിന് ഭയങ്കര പോസിറ്റീവ്സ് ഒരുപാടാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ ടീമുമായിട്ടുള്ള കോർഡിനേഷൻ ഭയങ്കര അടിപൊളിയായിരിക്കും. രണ്ടാമത്തെ കേസ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അവരുടെ വർക്ക് അല്ലെങ്കിൽ വർക്ക് എത്തിക്സ് അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നല്ല രീതിക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ടീം കോർഡിനേഷൻ ആൻഡ് വിഷൻ. നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല അത് ചെയ്യേണ്ടത്, നമ്മളുടെ ടീമിൻ്റെ കൂടെ ആയിരിക്കും ചെയ്യേണ്ടത്. ആ ടീമിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ടീമിൻ്റെ ഒരു കോർഡിനേഷൻ ഉണ്ട്. ഓക്കെ, ടീം ലീഡ് കാണും, അസോസിയേറ്റ്സ് കാണും, എക്സിക്യൂട്ടീവ്സ് കാണും, കോർഡിനേറ്റേഴ്സ് കാണും. സോ ഇതൊരു പ്രോസസ് ഫ്ലോ ആണ്. ഒരു ഫേം റൺ ചെയ്യുക അല്ലെങ്കിൽ ഫേമിലെ ഡിഫറെൻറ്റ് റോൾസ് നമ്മൾ ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രോസസ് ഫ്ലോ ആണ്. ലൈക്ക് എ വീൽ. ഒരു വണ്ടി ഓടണമെങ്കിൽ 4 ടയറാണെങ്കിൽ 4 ടയർ ഒരേപോലെ കറങ്ങിയാലേ വണ്ടി ഓടത്തുള്ളൂ. അപ്പോൾ ക്രിയേറ്റീവ് ടീം ഹയർ ചെയ്യേണ്ട ഒരു ക്രിയേറ്റീവ് ടീമിൻ്റെ ബിൽഡിംഗ് സ്റ്റേജിൽ ഞാൻ ചെയ്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഹാരിസ് ആൻഡ് കോ അക്കാഡമിയിലെ ആദിൽ, അവിടെ മാർക്കറ്റ് സ്കൂളിലെ ബിസിനസ് ഉണ്ടായിരുന്നു. ആദിലിനെ ഞാൻ ആദ്യമേ കണക്ട് ചെയ്യുക ചെയ്തു. ആദിലാണ് എനിക്ക് ആ ക്രിയേറ്റീവ് ടീം ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് തന്നത്. അതായത് എൻ്റെ സോഷ്യൽ മീഡിയ മാനേജർ, എൻ്റെ ഡിസൈനർ, എൻ്റെ എഡിറ്റർ, എൻ്റെ കോണ്ടന്റ് റൈറ്റർ, എവറിത്തിങ്. കാരണം അത്രയും റിസോഴ്സ്ഫുൾ ആണ് ഹാക്ക അക്കാഡമി എന്ന് പറയുന്നൊരു സംഭവം.